പ്രായമുള്ളവർ, ചെറുപ്പക്കാർ താഴേക്ക് ഇറങ്ങി. രോഗികളും പ്രായത്തിനൊരു കട്ടായി. ഇനി അവസാനം എഴുതാം. നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഒക്കെ മാത്രമേ മരുന്ന് കഴിക്കാവൂ. നിങ്ങൾ ഇതുവരെ ചെയ്ത ചികിത്സയാണ് ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടുള്ള ചികിത്സ. ഇന്ത്യയിൽ കഴിഞ്ഞ 100 വർഷമായി നിങ്ങളുടെ ഭരണാധികാരികൾ താലോലിച്ച് വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഇച്ഛിച്ചിട്ടുള്ളതും നിങ്ങളുടെ എല്ലാം പരിലാളനയുള്ളതുമായ ഒരു ചികിത്സയാണ് നിങ്ങൾ ഇതുവരെ ചെയ്തത്. അതിൽ തെറ്റുപറ്റിയാൽ ദുഃഖം ഉണ്ടാവില്ല, പരസ്പരം കുറ്റം പറയാനും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യയിൽ ഏറ്റവും എതിർപ്പുള്ളതും അന്ധവിശ്വാസമാണെന്ന് നിങ്ങളും നിങ്ങളുടെ അച്ഛനമ്മമാരും ബന്ധുക്കളും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും മാധ്യമങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്തതും ആക്ടിവിസ്റ്റുകൾ നിരന്തരമായി എതിർത്തു പോരുന്നതും ആധുനിക ഭിഷഗ്വരന്മാർക്ക് ഏറ്റവും അറപ്പുളവാക്കുന്നതുമായ ഒരു ചികിത്സയാണ് ഞാനിവിടെ ചെയ്യുന്നത്. നല്ലപോലെ ആലോചിച്ച് വേണം ഈ അന്ധവിശ്വാസത്തിനകത്ത് നിങ്ങൾ വന്നിരിക്കാൻ. മറ്റെന്തെങ്കിലും ഗതിയുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരാൻ സാധ്യതയുള്ളതല്ല. ആം ഐ റൈറ്റ്? അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് മാത്രമേ ഈ പണിക്ക് കയറാവൂ. വളരെ നിർബന്ധമാണ് എനിക്ക്. അതുകൊണ്ട് നല്ലപോലെ ഇരുത്തമെന്ന് ആലോചിച്ചിട്ട്, ഏറ്റവും പ്രധാനമായി നിങ്ങളിൽ ഒരു രോഗിയെങ്കിലും ഇതുവരെ ചികിത്സിക്കാൻ പോയതോ ഇപ്പോൾ ഈ വന്നിരിക്കുന്നതോ രോഗം മാറണമെന്ന ആഗ്രഹത്തിലല്ല, തട്ടിപ്പുമായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്. ഒന്നാമതൊരു രോഗിയോടും കരുണയുള്ളവനല്ല ഞാൻ. കാരണം രോഗി അവനവൻ്റെയും വീടിൻ്റെയും സമൂഹത്തിൻ്റെയും ശാപമാണെന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ആലോചിച്ച് പൊരുത്തപ്പെട്ടാവും. ഒരു രോഗി സ്വന്തം ഉറക്കം കളഞ്ഞവനും ആഹാരത്തിൻ്റെ രുചി കളഞ്ഞവനും സ്വസ്ഥത നശിപ്പിച്ചവനുമാണ്. അതുകൊണ്ട് എല്ലാ രോഗിയും അവൻ്റെ തന്നെ ശത്രുവാണ്. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് രോഗി കരുണ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന സത്യം. അതുകൊണ്ട് കരുണയുള്ള വാക്കോ കരുണയുള്ള പെരുമാറ്റമോ ഒന്നും എക്സ്പെക്ട് ചെയ്ത് എൻ്റെ അടുക്കൽ വരണ്ട. തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണണമെന്നും തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ കാര്യം ശ്രദ്ധിച്ച് ചെയ്യണമെന്നും നിർബന്ധമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിൽ ഏത് രോഗിയും അവനവൻ്റെ ശത്രുവാണ്. എത്ര നാളായി രുചിയായ ഒരു ആഹാരം കഴിച്ചിട്ട് മര്യാദയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് അതുകൊണ്ട് സ്വന്തം ജീവിതം വികലമാക്കി തീർക്കുന്ന അവൻ വീട്ടിലുള്ളവരെ ഉറങ്ങാൻ വിടാറില്ല, വീട്ടിലുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കാറില്ല. എത്ര നിങ്ങൾ സമ്പാദിച്ചു കൊടുത്താലും എന്തെല്ലാം നേടിക്കൊടുത്താലും 10 ദിവസം രോഗിയായി കിടന്നാൽ, മാനസികമോ ശാരീരികമോ ആയി രോഗിയായി കിടന്നാൽ ഈ സമ്പാദിച്ചതിൻ്റെ എല്ലാം വില പോയി. ഈ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇതിനോട് രോഗിക്ക് പൊരുത്തപ്പെടാമെങ്കിൽ മാത്രം അനുകമ്പയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരാൾ പോലും ഇങ്ങോട്ട് കയറരുത്. യാഥാർത്ഥ്യബോധത്തോടെയാണോ ഞാൻ സമീപിക്കുന്നത്? മര്യാദകേടാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് പറയാം, അതെനിക്ക് വിരോധമില്ല. പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കിയാൽ മതി. സത്യമുണ്ടോ?
ഏത് രോഗിയുടെ ബന്ധുവും സന്തോഷിക്കുന്നവനൊന്ന് മരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഉള്ളിൽ മുഴുവൻ അവൻ്റെ മരണവും ആഗ്രഹിച്ചാണ് ഈ കൊണ്ടു നടക്കുന്നത് മുഴുവൻ. സ്നേഹം വെറും വേഷം കെട്ടാണ്. അതാണ് ചികിത്സാ രംഗത്തെ ഏറ്റവും വലിയ ദുരൂഹത. ഒരു ചെറിയ കഷായം കൊണ്ടും മരുന്നുകൊണ്ടും മാറിയിരുന്ന രോഗങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ടും മാറാത്തത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. ഒരു രോഗിയുടെ ബന്ധു പോലും രോഗിയുടെ രോഗം രക്ഷപ്പെടാൻ ആഗ്രഹിച്ച് കൂടെ നടക്കുന്നില്ല. വെറും തട്ടിപ്പാണ്, കാശിന്റെ ഹുങ്ക്, അധ്വാനിക്കാത്ത പണം, അതിന് മൂല്യമില്ല, വികലമായൊരു വിദ്യാഭ്യാസവും. ആലോചിച്ചിട്ട് അതുകൊണ്ട് അകത്തേക്ക് വരികയാണ്. ജീവിതത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ കേൾക്കുന്നത്. വിദ്യാഭ്യാസമുള്ള നിങ്ങളോട് ഇതുവരെ പറഞ്ഞവരൊക്കെ ഭയപ്പെട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ഞാൻ തനിച്ചേ ഉള്ളൂ, പേടിയൊന്നും വേണ്ട. നിങ്ങൾ ഇത്ര ആളുകളുണ്ട്, ഒന്നിച്ചാണ് നിൽക്കുന്നത്. പറഞ്ഞത് കള്ളമാണെന്ന് തോന്നിയാൽ തല്ലാം, ശരിയാണെങ്കിൽ തിരുത്തണം, തിരുത്തിയിട്ടേ മരുന്ന് മേടിക്കാൻ തരാവും. രോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളല്ല എനിക്കുള്ളത്. രോഗം വരുത്തുന്ന വൈറസുകളും അമീബകളും ബാക്ടീരിയകളുമാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഈ പറ്റിക്കൽസിലെല്ലാം പെടുന്നത്. ഏകകോശ ജീവികൾ പരിണമിച്ച് കുരങ്ങ് മനുഷ്യനായി പരിണമിച്ചു എന്ന് ഒരു ഭാഗത്ത് പഠിപ്പിക്കുകയും മനുഷ്യന് മുമ്പുള്ള ഈ ജീവജാലങ്ങളെല്ലാം മനുഷ്യന്റെ ശത്രുവാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ശാസ്ത്രം വികലമാണ്. നാളെ മനുഷ്യനാകേണ്ടുന്ന ഈ ജീവജാലങ്ങൾ മനുഷ്യന്റെ ശത്രുവാവില്ല എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ അവ നിങ്ങളെ തിന്നു തീർക്കുന്നുണ്ടാവാം. രോഗം വന്ന ശരീരം പിന്നെ അല്ലാതെ എന്ത് ചെയ്യണം? അതുകൊണ്ട് ശരീരത്തിൽ കാണുന്ന വൈറസുകളെയും അമീബകളെയും വെച്ചല്ല രോഗനിർണയവും രോഗചികിത്സയും നിശ്ചയിക്കേണ്ടത്. അത് നിശ്ചയിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരു രോഗവും മാറില്ല. കാശ് പോവുകയും ചെയ്യും. രോഗം നിങ്ങളുടെ ബലക്കുറവിൽ നിന്നുണ്ടാകുന്നതാണ്. ബലമുള്ളവന് രോഗം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുഷ്ഠരോഗം പോലെ പകർച്ചവ്യാധികളെ പരിചരിക്കുന്നവർ പോലും ആ രോഗമില്ലാതെ ജീവിക്കുന്നുണ്ട്. റൈറ്റ്? ശരിയാണെങ്കിലേ സമ്മതിക്കാവൂ. മാരകമായ രോഗങ്ങളുടെയും വൈറസുകളുടെയും നടുക്ക എല്ലാ മനുഷ്യനും ജീവിക്കുന്നത്. അതിൽ കുറെ പേരെ മാത്രം അത് ബാധിക്കുകയും കുറെ പേരെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഒരാശുപത്രിക്കകത്ത് എല്ലാ വൈറസുകളോടും കൂടിയ രോഗം ഉള്ള രോഗികളാണ് കിടക്കുന്നത്. അതിനകത്ത് രോഗം വരാത്ത ആളുകൾ സുഖമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രോഗം വൈറസ് ഉണ്ടാക്കുന്നതല്ലെന്ന് തന്നെയാണ്. അതുകൊണ്ട് വൈറസിനെ തേടിയുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ യാത്രയും പരിണാമവുമാണ് മനുഷ്യൻ്റെ ഈ വിനാശത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. അതിനെ ആസ്പദമാക്കിയുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ് നിങ്ങളെ പ്രാചീന മര്യാദകളിൽ നിന്ന് പിന്തിരിപ്പിച്ചതും മര്യാദയ്ക്കുള്ള ജീവിതം വെടിയാൻ പ്രേരിപ്പിച്ചതും തോന്നിവാസമുള്ള ജീവിതം തുടങ്ങിയതും മാരക രോഗങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതും. ഒരു രോഗത്തിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ഒന്നാമത് സമ്മതിക്കില്ല. അതിന് കാരണം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിങ്ങളിൽ ഓരോരുത്തരും ആധുനിക വൈദ്യശാസ്ത്രത്തോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഭാഗമായി തൊഴിൽ ചെയ്യുകയും വീട്ടിൽ പണം കൊണ്ടുവരികയും ചെയ്യുന്നവരാണ്. Am I right? ഒരാളെങ്കിലും ആശുപത്രിയിലേക്ക് പോകുന്ന ടാക്സി ഡ്രൈവർ, ആശുപത്രിയുടെ പടിക്കൽ കാവൽ നിൽക്കുന്നവൻ, ആശുപത്രിയിലെ നഴ്സുമാർ, അവിടേക്ക് ബെഡ് കൊടുക്കുന്നവൻ, അത് വൃത്തിയാക്കിയിടുന്നവൻ, തൂത്തുവാരുന്നവർ, ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്നവർ, പടിക്കൽ കഞ്ഞി വെച്ച് കൊടുക്കുന്നവർ, ആശുപത്രി ഉള്ളതുകൊണ്ട് അവിടെ വരുന്നവൻ്റെ കാശ് കയ്യിലെ തീർന്നാൽ അവൻ്റെ വസ്തു വിൽപ്പനയ്ക്കോ മറ്റതിനോ ഒരുങ്ങിയാൽ അതിൻ്റെ പടിക്കൽ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർ. ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങളുടെ കുടുംബക്കാരും കാണും. വസ്തുതാപരമായി കഴിഞ്ഞ 50 കൊല്ലമായി നിങ്ങളിൽ ഏതൊരാളിൻ്റെയും കുഞ്ഞിനെ ഒരു അലോപ്പതി ഡോക്ടറാക്കണമെന്ന ആഗ്രഹത്തിലാണ് വളർത്തുന്നത്.
നാളെ അവൻ വളർന്നു വരുമ്പോഴേക്ക് ഈ സ്ഥാപനം ഇല്ലാതായാൽ, എല്ലാവർക്കും ആരോഗ്യമുണ്ടായാൽ, ഈ പഠിച്ചിറങ്ങുന്നതൊക്കെ എന്തു ചെയ്യും? അതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന നിങ്ങൾ ഒരിക്കലും ആരോഗ്യമുണ്ടാകാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ അച്ഛന് രോഗം വന്നാൽ പോലും ആധുനിക വൈദ്യശാസ്ത്രം 18ാമത്തെ ദിവസം മരിക്കുമെന്ന് പറഞ്ഞാൽ 18ാം ദിവസമായി മരിച്ചില്ലെങ്കിൽ നിങ്ങൾ തല്ലിക്കൊല്ലും. കൊന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യശാസ്ത്രമാണ് തകരാറിലാകുന്നത്. ആ വഴിയിലുള്ള ബിഷഗ്വരന്മാരുടെ വാക്യം സത്യമാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം മക്കളെ നാളെ അവിടെ പഠിപ്പിക്കാൻ വിടേണ്ടതാണ്. അത്തരമൊരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് നിങ്ങൾ ആരോഗ്യം തേടിയല്ല വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും വന്നിരിക്കുന്നത് സമ്പന്നന്മാരും, കഴിഞ്ഞ് കോമയുണ്ട്, കോമ ഇട്ട് തന്നെ വായിച്ചുകൊള്ളുക, വിദ്യാസമ്പന്നന്മാരും ആയിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന വൈദ്യശാസ്ത്രം ശരിയാക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പാവങ്ങൾ വന്ന് രോഗം മാറി ഇവിടുന്ന് പോയിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് അങ്ങനെയൊന്നും മാറുകയില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കയ്യിലുള്ള രോഗിയെ കൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് ആശാന്മാർ കാണും. ഒറ്റയെണ്ണം ഇതിനകത്ത് നിൽക്കരുത്. രോഗം മാറാനുള്ള പണിയെടുക്കാനും കഷ്ടപ്പെടാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാവൂ. അല്ലാത്തവർക്ക് പോകാം. പറഞ്ഞത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പറഞ്ഞതിൽ സത്യമുണ്ടോ? അതുകൊണ്ട് നല്ലപോലെ ആലോചിച്ചിട്ടൊന്നാ മതി. അയൽവക്കത്തൊരു പാവപ്പെട്ടവൻ്റെ രോഗം മാറിയെന്ന് കേൾക്കുമ്പോൾ ഉടനെ തൻ്റെ രോഗിയെയും പിടിച്ച് നേരെ പോരുകയാണ്. മരുന്ന് കൊടുക്കാനല്ല, കൃത്യമായി പറയുന്നത് കേൾക്കാനുമല്ല, മാറുകയല്ലെന്ന് സ്ഥാപിച്ച് മറ്റവൻ്റെ ഉറക്കം കൂടെ ഒന്ന് കെടുത്താൻ. അത്തരം വിഷവിത്തുകളെയും മുറ്റത്ത് നിൽക്കരുത്. അങ്ങനെയുണ്ട് ഒരുപാട്. നിങ്ങളെല്ലാം സമ്മതിച്ചു തന്നാൽ പോലും അങ്ങനെ ഒരുപാടെണ്ണം ഇതിനകത്തുണ്ട്. ഞങ്ങൾ ഇന്നലല്ലേ പണി തുടങ്ങിയത്. മരുന്ന് കെട്ടുകണക്കിന് മേടിച്ചുകൊണ്ട് പോകും, അവിടെ കൊണ്ടൊന്ന് വെച്ചേക്കും. ചികിത്സ ഇവിടുത്തെയാണെന്ന് പറയും. മരിച്ചു കഴിയുമ്പോൾ അത് കഴിച്ചിട്ടും പ്രയോജനമില്ലെന്ന് പറയും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കുടിയൻ വീട്ടിലുണ്ടാവും, അവനെ കെട്ടുമെടുത്തുകൊണ്ടൊന്ന് കടയിൽ ചെന്ന് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. കമ്പ്യൂട്ടറിനകത്ത് അതെല്ലാം ഞങ്ങൾ ഫോട്ടോ സഹിതം ഇട്ടിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇന്ന് വളരെ എളുപ്പമാണ്. ഒളിപ്പിച്ച ക്യാമറയും ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങളുടെ പുറകെ ഇവിടെ പേരെഴുതുന്ന നിമിഷം മുതൽ നിങ്ങൾ കാണിക്കുന്ന കൊള്ളിക്കരുതാഴി ഞങ്ങൾ കയറ്റിയിടും. മാന്യന്മാരുടെ തൊലിയൊരിക്കലാണ് എൻ്റെ ജോലി. അതുകൊണ്ട് ആലോചിച്ച് മാത്രമേ ഇതിനകത്തോട്ട് കയറിയാൽ മതി. മരുന്ന് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. വിചിത്രമായൊരു സ്ഥലത്താണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ പലതും പോയിട്ടുണ്ടാവും. ഇത് ആദ്യത്തെ അനുഭവമായിരിക്കും. രാവിലെ പറയുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും. മരുന്ന് മേടിക്കാൻ പോയിടത്ത് എവിടെയെങ്കിലും രാവിലെ ഇതുപോലെ പറഞ്ഞെന്ന് വെച്ച് മരുന്ന് തരുന്ന സ്ഥലങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് എൻ്റെ സങ്കല്പമെന്നും കൃത്യമായി പറഞ്ഞുതരും. പൊരുത്തപ്പെടാമെങ്കിലേ നിൽക്കാവൂ. നല്ല പോലെ ആലോചിച്ചിട്ട് അല്ലാതെ നിൽക്കരുത്. കാരണം നിങ്ങളുടെ കയ്യിലെ കാശ് നിങ്ങൾക്കും പിള്ളേർക്കും പ്രയോജനപ്പെടാത്തതാണ്. ഇതുവരെ ഉണ്ടാക്കിയ പൈസയൊന്നും അധ്വാനിച്ചതല്ല. മൂല്യമില്ലാത്ത ആ പണവും കൊണ്ട് വന്നിട്ട് അത് ഞാൻ മേടിച്ചിട്ട് എനിക്ക് വലിയ പ്രയോജനം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാത്തവനാണ്. മൂല്യമുള്ള 1 രൂപയ്ക്ക് മൂല്യമില്ലാത്ത ലക്ഷങ്ങളുടേതിനേക്കാൾ മൂല്യമുണ്ട്. അതുകൊണ്ട് ആലോചിച്ചൊക്കെ നിന്നാൽ മതി. കാരണം ഞാൻ നിങ്ങളുടെ രോഗം നക്കിയെടുക്കില്ല, നുള്ളിയെടുക്കില്ല, മുത്തിയെടുക്കില്ല, ഒപ്പിയെടുക്കുകയില്ല, കെട്ടിപ്പിടിച്ചെടുക്കുകയില്ല, തലയെ കാല് വെച്ചെടുക്കുകയില്ല, വെള്ളം കുടഞ്ഞെടുക്കുകയില്ല. ഒരു അത്ഭുത ശക്തിയുമില്ല. അതൊന്നും പ്രതീക്ഷിച്ച് നിൽക്കണ്ട. ഇനി ആളുകളെ വിളിച്ചു കൂട്ടുന്ന സ്ഥലങ്ങൾ പോലെ MBA മാനേജ്മെന്റ് അനുസരിച്ച് ഒരു ലങ്കോട്ടി വാങ്ങിച്ചാൽ 2 ഡബിൾ ഫ്രീ, അങ്ങനെ പാക്കേജും ഇവിടെ ഇല്ല നിങ്ങളെ ആകർഷിക്കാൻ. അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായല്ല. റൈറ്റ്? ഉണയാണോ? ഇവിടെ ആലോചിച്ചു നല്ലപോലെ. ഇവിടെ എല്ലാ പരിപാടിയും നിർത്തി നല്ലപോലെ ആലോചിച്ച് ഉറച്ച്
ശരിയാവണ്ണം ചെയ്യാമോ എന്ന് ആലോചിച്ചിട്ട് അകത്തേക്ക് കയറാവും. ബന്ധുക്കൾ ഒന്നിച്ച് തീരുമാനം എടുത്തതായിരിക്കണം. നിങ്ങൾ വേറെ ഏതെങ്കിലും ചികിത്സയിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടുത്തെ ബിഷപ്പുരന്മാരോട് പറഞ്ഞിട്ടായിരിക്കണം. ഒളിച്ചും പാത്തും കട്ടുമൊന്നും തിന്നേണ്ട മരുന്നൊന്നും എനിക്കില്ല. നാളെ അവരെന്നെ വിളിച്ച് തെറി പറയാനും ഇടയാവരുത്. കാരണം ഞാൻ നിങ്ങളുടെ കാശിന് ദാഹിച്ചിരിക്കുകയല്ല. അവരുടെ കയ്യിൽ നിന്ന് ഒരാൾ പോയാൽ അവർക്ക് സങ്കടം ഉണ്ടാവും. എൻ്റെ അടുക്ക വന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും പരിപാടി നിർത്തി എവിടെ വേണമെങ്കിൽ പോവാം. കാരണം തീരുമാനം നിങ്ങൾ എടുക്കുന്നതാണ്. ഞാൻ നിങ്ങളുടെ പോക്കറ്റിലെ കാശ് കണ്ടുകൊണ്ട് ഒന്നും പണ്ടുള്ളവൻ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ വയറ്റിൽ കിടക്കുന്നത് കണ്ടുകൊണ്ട് കുട്ടയെ വളർത്തുന്നു എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പൈസ കണ്ട് ഒരു പദ്ധതിയും തുടങ്ങിയിട്ടില്ല. നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടാകുമെന്ന് വിചാരിച്ച് പ്ലാനും പദ്ധതി ഉണ്ടാക്കി പ്രോജക്റ്റ് തയ്യാറാക്കി സ്ഥലം വാങ്ങിക്കുകയോ കെട്ടിടം തുടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊക്കെ തുടങ്ങിയ ആളുകളുടെ കയ്യിൽ നിന്നായിരിക്കും നിങ്ങൾ വരുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹത്തിലായിരിക്കില്ല നിങ്ങളോട് വർത്തമാനം പറയുന്നത്. Am I right? പറഞ്ഞത് സത്യമുണ്ടോ? ഡയാലിസിന് ലക്ഷങ്ങളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഒരു മാസം കണക്കാക്കിയാൽ തന്നെ 1000 ഉണ്ടാവും, ഒരാഴ്ചയിൽ 1000 ഉണ്ടാവും. ഇസ് നോട്ട് കൂടുതലുണ്ടാവും. കീമോതെറാപ്പിക്ക് നല്ല തുകയുണ്ടാവും. അതൊക്കെ നിർത്തിയിട്ട് നേരെ പോയി ആയുർവേദം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്കുള്ള വരുമാനമാണ് പോകുന്നത്. അവർ ഹാരളകും, തെറി പറയും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ ബന്ധുക്കളിൽ ചിലർ ആ കൂട്ടത്തിൽ കൂടും. അവസാനം കുടുംബകലഹോ വഴക്കും പൊല്ലാപ്പോ രോഗിയുടെ മനസ്സും. ആ പണിക്കൊന്നും നിൽക്കണ്ട. ഞാൻ നിങ്ങളുടെ പോക്കറ്റിലെ കാശ് കണ്ടുകൊണ്ട് ഇതുവരെ നയ പൈസയുടെ പ്രോജക്റ്റ് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആലോചിച്ച് അത്തരം ആളുകളോടൊക്കെ പറഞ്ഞ് സൗമ്യമായി മാത്രം വന്നാൽ മതി. പറയേണ്ടതാണോ ഞാൻ പറഞ്ഞത്? പറയേണ്ടത് തന്നെയാണോ പറഞ്ഞത്? അനുഭവത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അനുഭവത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഡോക്ടർമാർ ചൂടാകലും ഒക്കെ ഒരിടത്തുനിന്ന് വേറൊരിടത്ത് പോയാൽ കാരണം പളനി മുട്ടയടിക്കാൻ പോകുന്ന പോലെ പകുതി അടിച്ചിട്ട് മാറ്റിയിരുത്തുക. മനസ്സിലായില്ല? പ്രയോഗമൊന്നും നിങ്ങൾക്ക് പിടിക്കാൻ വഴിയൊന്നുമില്ല. പക്ഷെ എങ്കിലും സത്യമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. വന്നു കേൾക്കല്ലേ രാവിലെ വണ്ടി പിടിച്ച് അല്ലേ? മനുഷ്യന്റെ കാലക്കേടെന്നുള്ളതാണ് ഇതിന് പറയേണ്ടത്. കാലം കെട്ടവൻ മുട്ടയടിക്കുമ്പോഴായി കല്ലുമഴ പെയ്യുന്നത് അല്ലേ? രാവിലെ കൊണ്ടാട്ടിയും പിള്ളേരെയൊക്കെ കൂട്ടി വണ്ടിയും പിടിച്ച് അത് ഒപ്പലാശ്രയമൊക്കെ പിടിച്ച് രാവിലെ പോരുക മഞ്ഞത്ത്. ഇത് കേൾക്കാൻ ശരിയല്ലെന്നുണ്ടോ? ജീവിതത്തിൽ ആർക്കെങ്കിലും ഗതികേടുണ്ടോ? ചെന്ന് കഴിഞ്ഞാൽ നല്ല റിസപ്ഷനിസ്റ്റ്, നല്ല സ്വീകരണം, കസ്റ്റമറെ രാജാവായി കാണുക, കസ്റ്റമറും കൊടുക്കുന്നവനും തമ്മിലുള്ള ബന്ധം. ആ പണിക്കൊന്നും നിൽക്കണ്ട. റൈറ്റ്? സ്നേഹമുള്ള ഒരു വാക്ക് പ്രതികരിക്കണ്ട. ഇഷ്ടമുണ്ട് നിന്നാൽ മതി. കാരണം ലോകത്തെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ, നിങ്ങളുടെ മനോവിചാരങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, ഇവയുടെ സമാഹാരവും ചരിത്രവുമാണ് നിങ്ങൾ. ഞാനും അതെ. എൻ്റെ അച്ഛനമ്മമാർ എങ്ങനെ ജീവിച്ചു, എൻ്റെ അപ്പനപ്പൂപ്പന്മാർ എങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതക്രമത്തിൻ്റെയും ഞാൻ ജനിച്ചിട്ട് എങ്ങനെ ജീവിച്ചു എൻ്റെ ജീവിതക്രമത്തിൻ്റെയും. ഞാനൊരു കൊച്ചു കുഞ്ഞാണ്, ജനിച്ചു വരുമ്പോഴേ കാലിന് കൈക്ക് രോഗമുണ്ടെങ്കിൽ എൻ്റെ പാരമ്പര്യം മര്യാദയ്ക്കല്ല ജീവിച്ചത് എന്നുള്ളതിൻ്റെ ചരിത്രമാണത്. മനുഷ്യചരിത്രം എഴുതുന്ന പുസ്തകങ്ങളാണ് രോഗങ്ങൾ. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. നല്ല പോലെ ആലോചിച്ച് വേണം ബന്ധപ്പെടാൻ.
ആ ദൈവമാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നിന്റെ ഭാവിയെന്ന്. പൂർവജന്മകൃതം കർമ്മ ദൈവമിത്യഭിധീയതേ. ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അപ്പൂപ്പനും എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും എല്ലാം അടങ്ങുന്ന പരമ്പര, അതിൻ്റെ ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ചരിത്രമായ എൻ്റെ രക്തവും രസവും മജ്ജയും മാംസവും ശരീരവും വാക്കും പ്രവൃത്തിയും കൊണ്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുകയും ഞാൻ ചെയ്തു തരികയും ചെയ്യുന്ന ഈ വൈദ്യശാസ്ത്രം നിലനിൽക്കുന്നത്. ഓരോ കോശവും നിരന്തരമായി ചെയ്യുന്ന കർമ്മത്തിൽ ആ കോശങ്ങളകത്ത് മരിച്ചുകൊണ്ടായിരിക്കുന്നത്. അതതിൻ്റെ പുനർജന്മമാണ്. മരിക്കുമ്പോൾ ആ കോശത്തിന് പകരം അവിടെ കോശം ഉണ്ടാകണം. ലിബർക്കൻ പോലെ നിരന്തര മരണവും നിരന്തര ജനനവും നടക്കുന്ന ഈ ശരീരത്തിനകം. അതിൻ്റെ ജനിമരണങ്ങളുടെ നൈരന്തര്യത്തിൽ അത് കൈമാറുന്ന ചരിത്രമുണ്ട്. അച്ഛനമ്മമാരുടെ ക്രോമസോമുകളിലൂടെ, ജനിതകങ്ങളിലൂടെ ബീജഭാഗ അവയവം മുതലായവയിലൂടെ കൈമാറുന്ന ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ ആകെത്തുകയാണ് ഒരു ജീവിതം. അതുകൊണ്ട് നിങ്ങളുടെ പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റ് ഏറ്റവും അധികം എതിർത്ത അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ വരെയുണ്ട്, പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന പോലെ പണ്ടുള്ള ആളുകളെ പറ്റിക്കാൻ എഴുതി വെച്ചിരുന്നു, പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. അങ്ങനെയാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് രോഗം വരുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചികിത്സ. കാരണം മനുഷ്യൻ കോറിയിടുന്നത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായ പണസമ്പാദനത്തിന് കാണിച്ചു കൂട്ടുന്ന പാപങ്ങൾ അത്രയും എങ്ങനെ ഡിലീറ്റ് ചെയ്താലും, റീസൈക്കിൾ ബിന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാലും, ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ എടുത്തു കളഞ്ഞാലും ഹാർഡ്വെയറിൽ ഉണ്ടാവും. അത് അനുകൂല പരിതസ്ഥിതിയിൽ പുറത്തു വരുന്നത് മാത്രമാണ് രോഗം. രോഗം മാറണമോ നിങ്ങൾ പശ്ചാത്തപിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, ഉള്ളു ശുദ്ധമാക്കണം. ആഭ്യന്തരവും ബാഹ്യവുമായി ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നില്ലെങ്കിൽ മാലിന്യം നിലനിൽക്കുന്നിടത്തോളം രോഗം മാറില്ല. പണക്കൊഴുപ്പ് കൊണ്ട് കാര്യമില്ല, കൂടെ വന്ന ബന്ധുക്കളുടെ ബലം കൊണ്ട് കാര്യമില്ല. ഉന്നതര് കൂടെയുണ്ട്, ഭരണാധികാരികളുടെ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്, ഒരു പ്രയോജനവുമില്ല. കാരണം ഇവിടെയൊക്കെ രോഗമുണ്ട്. രാവിലെ എഴുന്നേറ്റ് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന മതത്തിൻ്റെ കോടരങ്ങളിൽ പോലും രോഗമാണ് കിടക്കുന്നത്. ആമായി റൈറ്റ്? ശരിയല്ല. അതുകൊണ്ട് രോഗം പോകാൻ ഒറ്റ വഴിയുള്ളൂ, ശുദ്ധീകരണം. മാനസികവും ശാരീരികവുമായി ശുദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ, രോഗം ഏതവസ്ഥയിലും മാറും, ഏത് മഹാരോഗവും മാറും. അതല്ലേ ഒരു ചെറിയ പനി പോലും മാറില്ല. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഈ അന്ധവിശ്വാസം ഇഷ്ടമാണെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ശാസ്ത്രത്തിൻ്റെ ഈ നൂറ്റാണ്ടിൽ നിന്ന് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇരിക്കുന്നിടത്തിരുന്നത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. കേൾക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ട്. യുക്തിവാദികൾക്ക് വിടാം, ആക്ടിവിസ്റ്റുകൾക്കും വിടാം. ഈ അന്ധവിശ്വാസത്തിൽ ശരിയുണ്ട് എന്ന് തോന്നിയാൽ നിൽക്കാം. ഇതിൽ കൂടുതൽ പച്ചയായി പറയേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കൂടുതൽ പച്ചയായി പറയേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവരം മനസ്സിലാകാൻ മാത്രം പച്ചയായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളെ പറ്റിച്ചു എന്ന് പറയരുത്. പൂർവജന്മകൃതം കർമ്മ ദൈവമിത്യഭിധീയതേ പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. ഇതാണ് ഞാൻ അറിയുന്ന ശാസ്ത്രം. എനിക്ക് ശാസ്ത്രമാണിത്, നിങ്ങൾക്കിത് അന്ധവിശ്വാസം. ആലോചിച്ച് ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ കർമ്മ പദ്ധതികളിൽ
10 പാപങ്ങൾ കോറിയിട്ടിട്ടുണ്ടാവും രോഗമുണ്ടെങ്കിൽ. 3 കായികങ്ങളും 4 വാചികങ്ങളും 3 മാനസികങ്ങളും. അവയാരുടെയെങ്കിലും മരുന്നും കഴിച്ചാൽ പോവില്ല. ഏറ്റവും സുതാര്യമായ അംശത്തിൽ മനുഷ്യൻ ചിന്തിച്ചാൽ അവൻ ജീവൻ മാത്രമാണ്. അതിവിടെ ഭംഗിയായി ജീവിക്കുവാൻ അനന്ത മഹാപുരുഷനോടുകൂടി അതിൻ്റെ ചിത് ഭാവത്തോടുകൂടി അതിൻ്റെ ചൈതന്യത്തോടുകൂടി മഹത്തത്വവും അഹങ്കാരവും പഞ്ചഭൂത തന്മാത്രകളും, കയ്യിലുള്ള മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ ഉപകാരമാണ് അത്രയും നേരത്തേക്ക്, ഭൂത തന്മാത്രകളും എല്ലാം അടങ്ങുന്നതാണ് ഈ ജീവിതം. അതുകൊണ്ട് അതിദൈവം, അതിഭൂതം, അധ്യാത്മം. അതിദൈവം എന്നത് മനസ്സ് മാത്രമാണ് ആ ആദി ചൈതന്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അധ്യാത്മം എന്നാൽ ഇന്ദ്രിയങ്ങൾ, അതിഭൂതം എന്നാൽ പഞ്ചഭൂത തന്മാത്രകൾ. ഇവയുടെ ചേർച്ചയാണ് ഈ ജീവിതം. അതുകൊണ്ട് യാഥാർത്ഥ്യം ആലോചിച്ചാൽ രോഗമെന്നൊന്നില്ല, അത് മനസ്സിന്റെ കൽപ്പന മാത്രമാണ്. ആ കൽപ്പന ചിലപ്പോൾ ഒരു മരുന്ന് കൊണ്ട് എടുത്തു കളയാൻ കഴിയും, ചിലപ്പോൾ ഒരു ആക്ഷൻ കൊണ്ട് എടുത്തു കളയാൻ കഴിയും, ചിലപ്പോൾ ഒരാളുടെ വാക്കുകൊണ്ട് എടുത്തു കളയാൻ കഴിയും. വാക്കുകൊണ്ട് മാറി കിട്ടിയാൽ ഏറ്റവും എളുപ്പം. ചിലരുടെ സാമീപ്യം കൊണ്ടും മാറും. ഇതിന്റെ കാരണം ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയി കാല് മുറിച്ചു കളഞ്ഞ വ്യക്തികളുടെ മുറിച്ചു കളഞ്ഞ കാലിന്റെ ചൊറിച്ചിൽ കൂടിയിട്ട് ചികിത്സിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല. കാലില്ല അയാൾക്ക്, പക്ഷെ അയാളുടെ കാല് ചൊറിയുന്നു. അതുകൊണ്ട് സഹിക്ക വയ്യാതെ വന്നിട്ടുണ്ട്. കാല് വല്ലാതെ ചൊറിയുന്നു. ഒരു നിമിഷം ഒരു കണ്ണാടി മുമ്പിലേക്ക് വെച്ചിട്ട് അയാളെ അവിടെ കാലില്ല എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ചൊറിച്ചിൽ അല്പനേരം നിൽക്കും. അരമണിക്കൂർ കഴിഞ്ഞാൽ ചൊറിച്ചിലൂടെ. നിങ്ങൾ വന്നിരിക്കുന്ന ക്യാൻസറുകളും മറ്റു രോഗങ്ങളുമെല്ലാം ഇല്ലാത്ത രോഗങ്ങൾക്കാണ് ഈ ചികിത്സ മുഴുവൻ. അതാദ്യമായി ബോധ്യപ്പെടുന്ന ഒരു തൻ്റെടിക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കാം. $10 മരുന്ന് മേടിക്കണ്ട. ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടാൽ തിരിച്ചുപോയി സുഖമായി ജീവിക്കാം. ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് നിങ്ങളുടെ ക്യാൻസറും സകല രോഗങ്ങളും പോകും. സകല മുഴകളും പറ്റിപ്പോവും നിങ്ങളുടെ മനസ്സൊന്ന് ഏകാഗ്രമായി അവിടെ ചിന്തിച്ചാൽ. ആ ഏകാഗ്രതയ്ക്ക് പകരം നിങ്ങളുടെ മനസ്സ് കൂട്ടായ്മ കൊണ്ടും പഠനം കൊണ്ടും ആധുനിക വിദ്യാഭ്യാസം കൊണ്ടും രോഗങ്ങളെ സങ്കല്പിക്കുക, രോഗങ്ങൾ ഉണ്ടാക്കുക, രോഗങ്ങളെ വളർത്തുക. ഇങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത്. അതിനെ സഹായിക്കുന്നത് 10 പാപങ്ങളുമാണ്. ഹിംസിക്കരുത്, കക്കരുത്, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. 3 ശാരീരിക പാപങ്ങളാണ്. വേറൊരുവനെ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് കോപമുണ്ടാവും, തൈറോയിഡ് മാറിമറിയും, പിനിയൽ ഗ്രന്ഥി മാറും. പിനിയൽ, പിറ്റ്യൂട്ടറി, തൈറോയിഡ്, പാൻക്രിയാസ്, അഡ്രീനൽ, പ്രോസ്റ്റേറ്റ്. സ്ത്രീകളിലാവുമ്പോൾ ആർത്തവമുണ്ടാക്കുന്ന ഗ്രന്ഥി. ഇത്രയും ഗ്രന്ഥികൾ നിങ്ങളുടെ അനുമതി കൂടാതെ ചില സ്രവങ്ങളെ ശരീരത്തിലൂടെ. പഴയകാലത്തെ ആളുകൾ അവയെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഏകാഗ്രതയും മര്യാദയും ബ്രഹ്മചര്യവും അച്ചടക്കമുള്ള ജീവിതവും കൊണ്ട് തൻ്റെ ഈ ഹോർമോണുകളെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി ഉള്ള കാലം സുഖമായി ജീവിക്കാനാണ് പഴയ ആളുകൾ ശ്രമിച്ചത്. വിദ്യാഭ്യാസം കൊണ്ട് പണം സമ്പാദിക്കുവാൻ വേണ്ടി നെട്ടോട്ടവുമായി നീങ്ങിയപ്പോൾ നിങ്ങളുടെ നിയന്ത്രണമില്ലാതെ സ്വേച്ഛയാ ഈ ഗ്രന്ഥികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓട്ടോണമസായി പുറപ്പെടുവിക്കുന്ന സ്രവങ്ങൾ അവ നിങ്ങളെ കൊല്ലുവാനും നിങ്ങളെ ജീവിപ്പിക്കുവാനും പര്യാപ്തമാണ്.
ഇവ മാത്രമാണ് രോഗകാരണം. അല്ലാതെ ഒരു വൈറസും അല്ല, ഒരു അമീബയല്ല, ഒരു ബാക്ടീരിയയല്ല. ഇതിൻ്റെ അളവ് നോക്കിയാണ് ചികിത്സ നിശ്ചയിക്കുന്നതും ഡോക്ടർമാർ. പക്ഷെ നിങ്ങളുടെ മനസ്സ് മാറാത്തിടത്തോളം ഇതിൻ്റെ അളവിനെ നിയന്ത്രിക്കുവാൻ തരുന്ന എല്ലാ മരുന്നും കൂടുതൽ അപകടകരങ്ങളാവുകയും കൂടുതൽ കില്ലർ ഹോർമോണുകളെ നിങ്ങളുടെ ശരീരത്തിൽ അവ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് പുറത്തു കിടക്കാൻ താല്പര്യപൂർവ്വം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒരുങ്ങുമെങ്കിൽ ഇന്നു മുതൽ ആരെയും ഉപദ്രവിക്കരുത്. ഇത് കേൾക്കുന്ന ആളുകൾക്ക്, ഇതനുസരിക്കുന്ന ആളുകൾക്ക് രോഗം മാറുന്നത് കണ്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മാറുമോ എന്ന് ആലോചിച്ചിട്ടേ തിരിക്കാവൂ. കോപതാപാദികൾ ഉണ്ടാകുമ്പോഴെല്ലാം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാറി മറിയും. പഴയകാലത്ത് പുരുഷനെ മാത്രം കൊന്നിരുന്ന ഈ ഹോർമോണുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിപ്രവർത്തിക്കുന്നത് സ്ത്രീകളിലാണ്. ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് പോലും ഹാർട്ട് അറ്റാക്കും പ്രഷറും പ്രമേഹവും ഒന്നും കേട്ടുകേൾവി പോലുമില്ല. പാശ്ചാത്യ ലോകങ്ങളിൽ സ്ത്രീകളെ ബാധിച്ചിരുന്ന ഈ രോഗങ്ങൾ ഇന്ന് സ്ത്രീകൾക്കാണ് കൂടുതൽ. Am I right? അതിന് കാരണം ഇതാണ്. ചരിത്രത്തിൽ നിന്ന് പഠിക്കണം. എന്താണ് സ്ത്രീകൾക്ക് ഇന്ന് ഇത്ര രോഗം ഉണ്ടായത്? പുരുഷൻ രോഗത്തിൽ നിന്ന് മോചനം നേടിയത്. ഇന്ന് എല്ലാ കാര്യങ്ങളിലും ചാടിയിറങ്ങുന്നത് സ്ത്രീകളാണ്. Am I right? പഴയകാലത്ത് പുരുഷനാണ് പ്രേമാഭ്യർത്ഥന നടത്തി നടന്നത്. സ്വാതന്ത്ര്യം പുരുഷന്റെ ഒപ്പം കിട്ടാൻ സ്ത്രീ പ്രേമാഭ്യർത്ഥനയുമായി വിവാഹം കഴിച്ചിട്ട് പോലും ട്രെയിനിലും അവിടെയുടെയും വല്ലവന്റെയും കൂടെ പോകുമ്പോൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാറി മറിയും. പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാവും. സ്വാതന്ത്ര്യം എന്നത് രോഗമാണ്. അവനവന്റെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന അസ്വാതന്ത്ര്യം സ്വീകരിക്കുകയും മര്യാദാമസൃണമായി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുന്നത്. ഇന്ത്യൻ കുടുംബങ്ങൾ ആരോഗ്യത്തിലേക്ക് പോയത് സ്ത്രീകളുടെ മര്യാദ ഒന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഇന്ന് ഈ രോഗങ്ങൾ തന്നതിൽ സ്ത്രീ ആക്ടിവിസ്റ്റുകളും പെണ്ണെഴുത്തുകാരും അവരുടെ സാഹിത്യവുമെല്ലാം മുൻപിലാണ്. അത് പിന്തുടരുന്നുവെങ്കിൽ മരുന്ന് വാങ്ങരുത്. നിങ്ങൾ സ്വാതന്ത്ര്യമായി ജീവിച്ച് വളരെ കുറഞ്ഞ കാലം കൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ നെറുകയിലൂടെ സഞ്ചരിച്ച് മഹാരോഗികളായി മരിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് തീരുമാനിച്ച് മരിക്കുന്നതാണ് നല്ലത്. ആരോഗ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. ആലോചിക്കുന്ന പറഞ്ഞത് നുണയാണോ? സത്യമുണ്ടോ? നല്ലൊരു ആലോചിച്ചിട്ടുണ്ടാവും. ആക്ടിവിസം അല്ല ആരോഗ്യം. ആരോഗ്യം ഒരു അനുഗ്രഹമാണ്. അത് മര്യാദയ്ക്കുള്ള ജീവിതമാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും. ഇന്നലെ പുരുഷൻ തെറ്റായി ജീവിച്ചു, അവന് രോഗങ്ങളുണ്ടായി. അതുകൊണ്ട് കോപതാപാദികളെല്ലാം രോഗമുണ്ടാക്കുമെന്നറിഞ്ഞ് ഒരാളെയും ഉപദ്രവിക്കരുത്, കക്കരുത്. എൻ്റെ അല്ല എന്ന് തോന്നുന്ന ഒരു വസ്തു സ്വന്തമാക്കരുത്. സ്വന്തമാക്കുന്ന നിമിഷം ആ വസ്തു അതിൻ്റെ രൂപഭാവങ്ങളോടുകൂടി നിങ്ങളുടെ മനസ്സായിത്തീരും. അത് നിങ്ങൾ സ്വന്തമാക്കിയ സമയം വരുമ്പോഴും അത് സ്വന്തമാക്കിയ ആ സാധനം കാണുമ്പോഴും ആരുടേതാണോ നിങ്ങളെടുത്തത് അവനെ കാണുമ്പോഴും അവൻ്റെ രൂപത്തിലുള്ളവനെ കാണുമ്പോഴും കാലം നിങ്ങളിൽ പരിണാമമുണ്ടാകും. കാലശക്തി നിങ്ങളിൽ ടൈം ബയോ ക്ലോക്ക് കൃത്യമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കാലത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റില്ല. ഇത് രണ്ടും പശ്ചാത്താപം കൊണ്ടല്ലാതെ മാറില്ല. ആരുടെയെങ്കിലും മരുന്ന് കഴിച്ച് മാറില്ല. നല്ല പോലെ പ്രായശ്ചിത്തം ചെയ്യണം. റിപ്പന്റ്. ഈ ദ ചിൽഡ്രൻ ഓഫ് വൈപ്പേഴ്സ്, അണലിയുടെ സന്താനങ്ങളെ, കോശങ്ങൾ പെറ്റുകൂട്ടുന്നവരെ. ഒരു കോശം മറ്റൊരു കോശത്തെ പ്രസവിക്കും. മുൻപുള്ള കോശം ചെയ്ത കർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് അടുത്ത കോശത്തെ പ്രതിപ്രസവം ചെയ്യുന്നത്. പെറ്റുകൂട്ടുന്ന സ്വഭാവമുള്ളവരെ നിങ്ങൾ പശ്ചാത്തപിച്ചുകൊള്ളുവിൻ. മരുഭൂമിയുടെ ശബ്ദം ബ്രൈറ്റാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ മരുന്ന് കഴിക്കരുത്. ഈ അന്ധവിശ്വാസമൊക്കെ നിങ്ങൾ സഹിക്കുമോ? സഹിക്കാൻ പറ്റുമോ ഈ അന്ധവിശ്വാസം? ഞാൻ ആദ്യ അവസാനം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക. എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളത്. നിങ്ങളുടെ ശാസ്ത്രത്തോട് ഞാൻ ആദ്യ അവസാനം എതിരാണ്. അത് നല്ലതാണ്. നല്ലോണം കേട്ട് നോക്കിക്കഴിഞ്ഞിട്ട് അതിനി അടുത്ത ദിവസം ചെയ്താൽ മതി. ആരോഗ്യം കൂടെ കേൾക്കണം. ശരി. അല്ലെ നിങ്ങൾ മാത്രം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അവർക്ക് സമ്മതമാവില്ല. അതിന് കുഴപ്പമില്ല, വണ്ടിയെ കൊണ്ടുവന്നിട്ട് ചെയ്യാം.
ഹിംസിക്കരുത്, കക്കരുത്, ലൈംഗിക ദുരാചാരങ്ങളിൽ ഏർപ്പെടരുത്. രോഗം ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. കയ്യിൽ എത്ര മൊബൈലുണ്ട്? എന്തിനാ അത് മുഴുവൻ? ലൈംഗിക അരാജകത്വമുള്ള SMS അയക്കാൻ. ലൈംഗികത ചാലിച്ചതാണ് മുഴുവൻ SMS. Am I right? Am I right? സിനിമ മുഴുവൻ ലൈംഗികതയാണ്, സീരിയലുകൾ മുഴുവനത്, റിയാലിറ്റി ഷോയിലെ ആക്ഷനുകൾ മുഴുവനത്. പുറത്തേക്ക് ഇറങ്ങിയാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഫ്ലക്സ് ബോർഡ് മുഴുവൻ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് മേടിക്കാൻ ഒരു ജനതയെ പഠിപ്പിക്കുകയല്ല, പകരം ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം ലൈംഗികതയിൽ ചാലിച്ച പരസ്യം കൊണ്ട് വിറ്റഴിക്കാൻ ശ്രമിക്കുക. MBAയുടെ മാനേജ്മെൻറ്റ് മുഴുവൻ അതാണ്. അത്തരൊരു തലമുറയ്ക്ക് എവിടെ ആരോഗ്യം ഉണ്ടാകാൻ? സ്ത്രീ പുരുഷ ലൈംഗികതയും പുരുഷൻ സ്ത്രീ ലൈംഗികതയും ചേരുവാൻ ആഗ്രഹിച്ച് സങ്കല്പിക്കുന്ന നിമിഷങ്ങളിൽ ഒക്കെ സ്ത്രീ സ്ത്രീയോടും പുരുഷൻ പുരുഷനോടും വരെ ലൈംഗിക അരാജകത്വത്തിൽ പെരുമാറുവാൻ സങ്കല്പിക്കുന്ന കാലങ്ങളിലൊക്കെ നിങ്ങളുടെ ശരീരം ചൂടാവും. രക്തവും മജ്ജയും മാംസവും ചൂടാവും. ശരീരത്തിൽ മൊത്തമായി കിടക്കുന്ന ധാതു, ഓജസ് നിങ്ങൾ മൂത്രമൊഴിക്കുന്ന മാർഗത്തിൽ തുള്ളികുത്തി വരും. ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ആധുനികന്റെ ശരീരത്തിൽ ഈ പരിണാമം നടക്കുന്നത്? പിന്നെ അവൻ എവിടെയാണ് ഏകാഗ്രത? പിന്നെ അവൻ എവിടെയാണ് പണിയെടുക്കാൻ കഴിയുക? പിന്നെ എവിടെയാണ് അവന് സ്വച്ഛന്തമായി നടക്കാൻ കഴിയുക? തിന്നുകൂട്ടുന്നത് എത്ര വൈറ്റമിനുകളായാലും മിനറലുകളായാലും ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യമാണ് ഈ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത്? രണ്ടുപേർ ഒന്നിച്ച് പണിയെടുക്കുന്ന ഓഫീസിലും പുറത്തും കൂട്ടായ്മയിലും ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും കണ്ണിറുക്കുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ ശരീരത്തിൽ ഈ പരിണാമം വരത്തക്ക വിധത്തിലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസവും ചരിത്രവും സങ്കേതവും ആധുനികർ കൊണ്ടുപോയിരിക്കുന്നത്. എന്നിട്ട് ഈ മരുന്നൂടെ കഴിച്ചാൽ am I not right? പറഞ്ഞത് സത്യമല്ല? അതുകൊണ്ട് ആലോചിച്ചിട്ട് മതി. ലൈംഗിക അരാജകത്വത്തിൽ കാണുന്നിടത്തെല്ലാം നോക്കി ശരീരത്തിലെ ഓജസ് കളയുന്നവർ മരുന്നൂടെ കഴിക്കരുത്. ആ മരുന്ന് അവനെ കറന്നു തിന്നും. മര്യാദയ്ക്ക് ജീവിക്കാമെങ്കിൽ മാത്രമേ മരുന്ന് മേടിച്ചുകൊണ്ട് പോകാം.